ഇന്ന് നമ്മുടെ അതിഥിയായി എൻ്റെ കൂടെ മത്സരിക്കാനെത്തുന്നത് മാനസി എന്ന സീരിയലിൽ എല്ലാവരുടെയും മനം കവർന്ന മാനസ സ്വരൂപിണിയായ മലയാളിയായ സിന്ധുവാണ്. ഐ വെൽക്കം സിന്ധു ടു ദ ഡൈ. എന്തുകൊണ്ട് സിന്ധു സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നേരത്തെ ഒരു എപ്പിസോഡിൽ ഹസ്ബൻഡ് വന്നിരുന്നു. അതെ അതെ വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇഷ്ടം പോലെ പറഞ്ഞു. അസാധ്യമായിരുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡാണ്. കാരണം മോഹൻലാലിനെ ഇത്രയും ഡിറ്റോ ആയിട്ട്, അതായത് മോഹൻലാലിൻ്റെ കൂടെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കൂടുള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ അത് സത്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. സിന്ധു മാനസി എന്ന സീരിയലാണല്ലേ അതിലാണ് തുടക്കം. ശരിക്കും അതല്ല, സിനിമയായിരുന്നു, ആദ്യത്തെ കൺമണിയായിരുന്നു. പിന്നീട് പക്ഷേ സിനിമയിൽ നിന്ന് കുറച്ച് വിട്ടതെന്നു. പിന്നീട് എന്നെ അറിയപ്പെട്ടത് മാനസി എന്ന മെഗാ സീരിയലല്ലേ, ആദ്യത്തെ മെഗാ സീരിയൽ ആയതുകൊണ്ട് അങ്ങനെയാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇപ്പോഴേതെങ്കിലും സീരിയലുണ്ടോ? ഞാനിപ്പം സുമംഗലി ഭവ ചെയ്യുന്നു, ഒരു തമിഴ് ചെയ്യുന്നുണ്ട്, തമിഴ് സീരിയലുണ്ട്, പിന്നെ ഒരു സിനിമയുടെ ഇങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ വയ്ക്കുന്നു. എല്ലാവിധ ആശംസകളും ഇനി മുമ്പോട്ടുള്ള എല്ലാ പ്രയാണങ്ങൾക്കും ആശംസകൾ. അപ്പൊ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ഡയറക്ടർ താഹ കഴിഞ്ഞ 3 മാസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറക്കും തളിയ പാർട്ട് 2 എടുക്കുകയാണ്, അതിൻ്റെ ബാക്കി എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ട് സ്കെലിറ്റനായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞാൽ വെറും സ്റ്റുഡിയോയിൽ ഫീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തിയേറ്റേഴ്സ് ഇല്ല. പിന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അതിന്റെ ഭദ്രത കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ കേട്ടു ഇതുപോലെ സിന്ധു നന്നായിട്ട് പാടും എന്ന്. കഴിഞ്ഞ തവണ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ വന്നപ്പോൾ പറഞ്ഞാണ് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നുള്ള രീതിയിലായിരിക്കും. ഓ, പുള്ളി കാക്കയാണ്. പുള്ളിക്ക് തോന്നിക്കാണ്. ഞാൻ പാടിയപ്പോൾ നന്നായിട്ട് തോന്നുമല്ലോ, അത് സാധാരണയാണല്ലോ. അല്ല, ഞങ്ങളും കൂടെ കേൾക്കട്ടെ. എന്തായാലും പാടുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാവരും ഇവിടെ ഒന്ന് പാടുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു പയ്യനെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാണ്. കൊല്ലത്ത് പോകേണ്ട ആള് കൊട്ടാരക്കര വഴിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇല്ലാതാക്കി. അതെ അതെ മനസ്സിലായി. അതെ അതെ അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം എന്തായാലും ഞാനും കൊട്ടാരക്കര വഴി ഒന്ന് പോകാനായിട്ട് ശ്രമിക്കാം. കൊട്ടാരക്കര വഴി എങ്കിലും പോകാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരേ മയങ്ങൂ മണിക്കുരുന്നേ നന്നായിട്ടുണ്ട്. ഇത് കൊട്ടാരക്കര വഴിയൊന്നും അല്ല, കൊല്ലത്ത് ഏകദേശം എത്തിയല്ലേ? കൊല്ലത്തല്ല, കാസർഗോഡ് വരെ പോണല്ലോ. അത് ശരിയാ. ട്രിവാൻഡ്രത്തുനിന്ന് കാസർഗോഡ് വരെ പോയി. ചെറിയ ഘട്ടമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ യു ആർ നോട്ട് എ സിംഗർ. ഷിനു, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. കാരണം ഷിനു ഒരു വലിയ ആർട്ടിസ്റ്റാണ്. കാരണം നമ്മൾ സാധാരണ ഈ കീബോർഡ് ആർട്ടിസ്റ്റുകളിൽ എല്ലാവരും ഫീഡ് ചെയ്ത് വെച്ച് വായിക്കുന്ന ആണ് ഏറ്റവും മെജോറിറ്റി. പക്ഷെ ഷിനു എൻ്റെ ഒരു ഞാൻ അതിശയിച്ചിട്ടുള്ളത്, നമുക്കൊരു പാട്ടുണ്ടെങ്കിൽ എത്ര ടോൺസ് ഉണ്ടോ അതെല്ലാം ഒറ്റ കയ്യിൽ വായിക്കും. അതായത് ഹാൻഡ് കൊണ്ട് തന്നെ വായിക്കും. കേൾക്കണം തീർച്ചയായിട്ടും.
നമുക്കൊരു കീബോർഡും ഒരു തബലയൊക്കെ മതി. ഷിനു ഉണ്ടെങ്കിൽ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. മാത്രമേ കുറച്ചാള് അമ്മയുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ അമ്മയെ നോക്കാനായിട്ട് ഒരാൾ വേണം. അമ്മയ്ക്ക് തനിയെ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ ചേട്ടന്റെ മൂത്ത ചേട്ടന്റെ വീട്ടിലേക്ക് ആക്കിയിരിക്കണം. ഇപ്പൊ ഞങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. എന്താണ് പിന്നെ ഒരു ഈ സീരിയല്, സിനിമ, ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിനോടാണ് പ്രേമം? സീരിയല്, സിനിമ മാറ്റിക്കഴിഞ്ഞാൽ ഡാൻസ് തന്നെ. ഡാൻസ് അതും മാറ്റിക്കഴിഞ്ഞാൽ? അതും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ, അങ്ങനെ പ്രിയം. പാചകം. പാചകം എന്തൊക്കെ പാചകം ചെയ്യും? എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. ഭയങ്കര ഇഷ്ടം. പാചകം ചെയ്തും ജീവിക്കാം. കാറ്ററിംഗ് നടത്തിയെങ്കിലും ജീവിക്കാം. അപ്പം എന്താണ് ഏറ്റവും നല്ല വിഭവം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ? ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും കുട്ടനാടുകാരിയാണ്. അപ്പം കുട്ടനാട് ഒരു മീൻകറി ഉണ്ടല്ലോ, സാധാരണ തേങ്ങ അരയ്ക്കാത്തൊരു മീൻകറി, കുട്ടനാടൻ ഷാപ്പ് കറി. അത് തന്നെ, അതാന്ന് പറയാം. കപ്പയും മീൻകറിയും അത് ഞാനുണ്ടാകും. പിന്നെ ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. കുടംപുളി ഇട്ട് വെക്കല്ലേ? കുടംപുളി ഇട്ടാണ് ഞാൻ ഇപ്പോഴും വീട്ടിലത് തന്നെ വെക്കുക. പക്ഷെ ചേട്ടന് ട്രിവാൻഡ്രം കറിയാണ്, തേങ്ങ അരച്ച് ഉള്ള കറിയാണ് ചേട്ടന് ഇഷ്ടം. അത് വേറൊരു സ്റ്റൈലാണ്. കുട്ടനാടൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ അത് ഷാപ്പുകളിൽ കൂടുതലും കിട്ടുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കള്ളും ഇതും നമ്മുടെ വീട്ടില് പിന്നെ തെങ്ങ് ഉള്ളത് കൊണ്ട് ചെത്താൻ കൊടുക്കുന്നുണ്ട്. ചേട്ടന് ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോകുമ്പോ. അവൻ ചെത്തി താഴോട്ട് ഇറങ്ങുമ്പോ ചേട്ടൻ കുപ്പിയായിട്ട് നിൽക്കും. മധുരക്കള്ള്. ഒരു കുസൃതി ചോദ്യം. സാറുണ്ടെങ്കിൽ അവിടെ കുസൃതി ചോദ്യം ഉണ്ടാവില്ല. നട്ടാൽ മുളയ്ക്കാത്തതും എന്നാൽ കഴിക്കാൻ പറ്റാത്തതുമായ ഒരു പയർ. ഒരുപാട് പയർവർഗ്ഗമുണ്ട് അതിനകത്ത്. നട്ടാൽ മുളയ്ക്കത്തില്ല, എന്നാൽ അത് കഴിക്കാൻ പറ്റാത്തതുമായ ഒരു പയർ. എംപയർ ആണോ? ഇല്ല. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ ക്രിക്കറ്റിലൊക്കെ എങ്ങനെ? അമ്പയർ. ആദ്യം പറഞ്ഞ ശരി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ കുഴപ്പിക്കാൻ നോക്കിയാണ്. വെരി ഗുഡ്. ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു, പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഡാൻസ് എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പാട്ട് പാടി. ഇനി എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? മിമിക്രി വല്ലതും ഉണ്ടോ? മിമിക്രി അങ്ങനെ ചെയ്യാനായിട്ട് ഇല്ല. ചേട്ടൻ ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടിക്ക് പറയും, അത്രേ ഉള്ളൂ. പിന്നെ ജാനകിയമ്മയുടെ സൗണ്ട് അല്ലെങ്കിൽ വാണിയമ്മയുടെ സൗണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. നമുക്കൊരു ജാനകിയമ്മയുടെ വേണോ അതോ വാണിയമ്മയുടെ വേണോ? ജാനകിയമ്മയുടെ സംസാരിക്കുന്നത് രീതിയിൽ പറയാം. പക്ഷെ സാറും കൂടെ ഹെൽപ്പ് ചെയ്യണം. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മലയാളം. ശ്രീകുട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീകുട്ടൻ ഒന്ന് 2 വരി പാടുമോ? മലരേ മൗനമാ മൗനമേ തൂങ്കമാ മലർകൾ പേശുമാ ഈ ഒരു അനുഗ്രഹീത കലാകാരിയാണ്. ജാനകിയമ്മയെ പറ്റി എന്ത് പറഞ്ഞാലും നമുക്ക് തീരില്ല, മലയാളികൾക്ക് തീരില്ല. കാരണം ഒരു അന്യഭാഷ ഇന്ന് വന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് പാടുന്ന, അക്ഷരസ്ഫുടതയോടുകൂടി പാടുന്ന ഒരു ജീനിയസ് എന്ന് പറയുന്നതാണ് ഇവരെല്ലാരും തന്നെ. സുശീലാമ്മയായാലും വാണിയമ്മയായാലും ജാനകിയമ്മയായാലും എന്തിന് ശ്രേയാ ഘോഷൽ. കാരണം മലയാളം നമുക്ക് അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരു ഭാഷയല്ല. പക്ഷെ നമ്മളൊക്കെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ പോയി പാടിക്കഴിഞ്ഞാൽ അവരൊട്ടും സമ്മതിക്കത്തില്ല. അവര് പറയും ഇതുപോലെ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പോയി. പക്ഷെ അവര് വളരെ കൃത്യമായിട്ട് അവരിത് പാടുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഒരു ശക്തി അല്ലേ?
ഞാൻ കണക്കൊക്കെ എങ്ങനെയാണ്? ഏത് സ്കൂളിലാണ് പഠിച്ചത്? സെയിൻറ്റ് ജോസഫ് കായൽപ്പുറം ആണ്, അവിടെയാണ്. പിന്നെ പുളിങ്കുന്ന് സ്കൂൾ, അവിടെ 2 സ്കൂളുണ്ട്. അതായത് 7 വരെ കായൽപ്പുറം, പുളിങ്കുന്നിലാണ് 10th വരെ. പിന്നെ കോളേജിൽ പഠിച്ചത് സെയിൻറ്റ് ജോസഫ്സ് ആലപ്പുഴ, ST കോളേജ് ആലപ്പുഴ. ST കോളേജ്. കോളേജ് ചേട്ടന് നെടുമുടി വേണു, ഫാസിൽ സാറ് എന്ന് വേണ്ട, അവിടെ പഠിക്കാത്തവരാരും ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ സീനിയറാണ് അവിടെ. അവിടെ ഫൈനൽ ഇയർ, ഞങ്ങൾ സെക്കൻഡ് ഇയർ ആണ്. എങ്ങനെയുണ്ടായിരുന്നു പഠിത്തത്തില്? കുഴപ്പമില്ലാത്ത കണക്കൊക്കെ എങ്ങനെയുണ്ട്? ഒരുവിധം അത്യാവശ്യം ആണല്ലേ. ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു സാധനം എന്താണ്? ഒരു വർഷം ഗ്യാരണ്ടി ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സാധനം എന്താണെന്ന്? ഒരു വർഷം ഗ്യാരണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയ്ക്ക് ചീത്തയാകത്തുമില്ല, അത് ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും പോയിട്ട് ഒരു ഫാൻ വാങ്ങിക്കുകയാണെങ്കിൽ 1 വർഷം എന്ന് പറയും. ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെ സുന കത്തിപ്പോവും. ഇത് കറക്റ്റായിട്ട് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി 1 വർഷത്തേക്ക് അനങ്ങത്തില്ല. എന്താണോ ഒന്നും കിട്ടണില്ല. എന്താണ് ഇത് വീട്ടിലുണ്ട്, അത് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു. അതെ, നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാര്യം. എൻ്റെ വീട്ടിലുള്ള 1 വർഷം ഗ്യാരണ്ടി ഭർത്താവാണോ? അത്രേ ഉള്ളൂ. അതല്ല, 1 വർഷം ഡിവോഴ്സിനാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതെ, പറയട്ടെ? പറഞ്ഞോ. വീട്ടിൽ നിങ്ങളുടെ ഭിത്തി തൂങ്ങി കിടപ്പുണ്ട്, അത് കലണ്ടറോ? അതെ, അത് ശരിയാണ്. 1 വർഷം ഗ്യാരണ്ടിയാണല്ലോ അത്.